എല്ലാവർക്കും ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുംബൈ ഏത് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണോ ISLന്റെ പ്ലേ ഓഫിലേക്ക് എത്തിയതെങ്കിൽ ആ ബംഗളൂരുവിനോട് തന്നെ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ISLൽ നിന്ന് പടിയിറങ്ങാനാണ് മുൻ ചാമ്പ്യന്മാരായ മുംബൈയുടെ വിധി. ഇന്നലെ നടന്ന ISLലെ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളിനാണ് മുംബൈയെ ബംഗളൂരു പരാജയപ്പെടുത്തുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രതികാരം അത് വീട്ടാനുള്ളതാണ് എന്ന് മുംബൈയെ ബംഗളൂരു ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ISLന്റെ പ്ലേ ഓഫിലേക്ക് മുംബൈക്ക് എത്തണമെങ്കിൽ അവസാന മത്സരത്തിന്റെ എതിരാളികളായിരുന്ന ബംഗളൂരുവിനോട് ഒരു വിജയമോ അല്ലെങ്കിൽ ഒരു സമനിലയോ അനിവാര്യമായിരുന്നു. ആ മത്സരത്തിൽ ബംഗളൂരുവിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ പ്ലേ ഓഫിലേക്ക് എത്തുകയാണ്. എന്നാൽ പ്ലേ ഓഫിലേക്ക് എത്തിയ മുംബൈയെ കാത്തിരുന്നത് വീണ്ടും ബംഗളൂരു ആണ്. എന്തായാലും ആദ്യ മത്സരത്തിലെ ആ ഒരു വിജയത്തിന്റെ ആത്മവിശ്വാസം മുംബൈ നിരക്കുണ്ടായിരുന്നു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരു ഗോൾ നേടാൻ ബംഗളൂരുവിന് സാധിച്ചു. 9-ാം മിനിറ്റിൽ സുരേഷ് വാങ്കത്തിന്റെ ഗോളിലൂടെ ബംഗളൂരു ഒരു ഗോൾ ലീഡിലെത്തി. പിന്നീട് മത്സരത്തിന്റെ 42-ാം മിനിറ്റിൽ കിട്ടിയ ഒരു പെനാൽറ്റി ഗോളാക്കുകയാണ് മെൻഡസ്. ആ ഒരു ഗോളോടെ ബംഗളൂരുവിന്റെ ലീഡ് ഇരട്ടിയാവുകയാണ്. ആദ്യ പകുതി 2-0 അവസാനിച്ചു. രണ്ടാം പകുതിയിൽ വീണ്ടും മുംബൈ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും വീണ്ടും 62-ാം മിനിറ്റിൽ ബംഗളൂരു ലീഡ് എടുക്കുകയാണ്. അത് വില്യംസ് ആയിരുന്നു ബംഗളൂരുവിനായി ഗോൾ നേടുന്നത്. അതിനുശേഷം 76-ാം മിനിറ്റിൽ ചേത്രിയുടെ ഒരു ലോങ് റേഞ്ച് ഗോൾ കൂടി വരികയാണ്. മത്സരത്തിൽ മുംബൈയുടെ പെട്ടിയുടെ അവസാന ആണി എന്നോളം മുംബൈയുടെ മുൻ താരമായിരുന്ന പെരേര ഡയസ് ഒരു ഗോൾ കൂടി നേടുന്നു. അങ്ങനെ മത്സരത്തിൽ ഒരു പൂർണ്ണ പരാജയമായി മാറുകയാണ് മുംബൈ. ഈ സീസണിൽ ഇതുവരെ മുംബൈക്ക് ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അതൊരു സാധിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം അവരുടെ കഴിഞ്ഞ സീസണിലെ ഒരു ശക്തി എന്ന് പറയുന്നത് മുന്നേറ്റത്തിലെ ഇന്ത്യൻ കരുത്തായിരുന്നു. വിക്രം പ്രതാപ് സിംഗ്, അതേപോലെ വിപിൻ സിംഗ്, ചാങ്തെ എന്നിവരുടെ മികച്ച ഫോമായിരുന്നു അവരുടെ കഴിഞ്ഞ സീസണിലെ പ്രകടനത്തിന്റെ ഏറ്റവും വലിയൊരു കടിഞ്ഞാൺ എന്ന് പറയുന്നത്. അവർ ഗോളുകൾ അടിച്ചു കൂട്ടാനും മത്സരത്തിൽ മികച്ച തിരിച്ചുവരവുകൾ നടത്താനും കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞെങ്കിലും ഈ സീസണിൽ ഒരിക്കൽ പോലും മുംബൈക്ക് അത് സാധിച്ചില്ല. പിന്നീട് പറയുന്നത് അവരുടെ ഒരു പ്രതിരോധം ടിരി എന്നൊരു താരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ടിരി ഇല്ലെങ്കിൽ അവർ ഗോൾ വഴങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒരു മത്സരത്തിൽ നോക്കിയാൽ മതി. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരം നടക്കുമ്പോൾ ടിരി ചെറുതായി ഒന്ന് പരിക്ക് പറ്റി ജസ്റ്റ് പുറത്തു പോയി വരുമ്പോഴേക്കും അവിടെ ഒരു ഗോൾ വഴങ്ങുകയാണ്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന നൊഗുവേര, ഷുവേട്ട് അടക്കമുള്ള താരങ്ങളെ, പെരേര ഡയസ് അടക്കമുള്ള താരങ്ങളെ വിട്ടുകളഞ്ഞതും മുംബൈക്ക് ഈ സീസണിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഏതായാലും ബംഗളൂരു സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഗോവയാണ് ബംഗളൂരുവിന്റെ എതിരാളികൾ.